VM സാദിഖലിയാണ്. എന്തിനാണ് തണ്ണീർത്തടങ്ങൾ? നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഈ തണ്ണീർത്തടങ്ങൾ കൊണ്ട് എന്താണ് ഉപകാരമുള്ളത്? തണ്ണീർത്തടങ്ങളിൽ എന്തെല്ലാം ഉൾപ്പെടുന്നത്? ജലം കൊണ്ട് സമൃദ്ധമായിട്ടുള്ള സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കണ്ടൽക്കാട്, ചതുപ്പ്, നദികൾ, തടാകം, നെൽപ്പാടങ്ങൾ, അണക്കെട്ട്, കുളങ്ങൾ ഇതൊക്കെ ഉൾപ്പെടും. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താൻ വലിയൊരു പങ്ക് തണ്ണീർത്തടങ്ങൾ വഹിക്കുന്നുണ്ട്. മഴവെള്ളം സംഭരിക്കുക, കിണറുകളുടെ റീചാർജ്, വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ, കൃഷി, മണ്ണൊലിപ്പ് തടയുക. നമുക്കൊക്കെ അറിയാം ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഫ്ലഡ് തടയാൻ വേണ്ടിയിട്ടൊക്കെ തണ്ണീർത്തടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. കാലാവസ്ഥയെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരം, എത്ര രൂപത്തിലാണ് മനുഷ്യർക്ക് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് ഇത്ര കാര്യങ്ങൾ വിശദമാക്കിയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് 1971 ഇറാനിലെ റംസാർ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തമായിട്ട് 2455 സംരക്ഷിത തണ്ണീർത്തടങ്ങളാണ് നിലവിലുള്ള ഈ റംസാർ കമ്മീഷനിൽ വരുന്നത്. അതിൽ ഇന്ത്യയിൽ 75 ഇന്ത്യയിലാണ്, കേരളത്തിലാണ് 3 ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലുത് സുന്ദർബൻസാണ്, വെസ്റ്റ് ബംഗാളിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായലും അഷ്ടമുടിക്കായലുമാണ്. ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താംകോട്ടയുമാണ് കേരളത്തിൽ ഉൾപ്പെടുന്നത്. ഭൂമിയുടെ വൃക്കകളായിട്ടാണ് തണ്ണീർത്തടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. നമ്മളൊക്കെ വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടാറുണ്ട്. ഇങ്ങനെ നെട്ടോട്ടം ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണ്ണീർത്തടങ്ങൾ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വെള്ളം. നമുക്ക് വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ തണ്ണീർത്തടങ്ങളെ സംരക്ഷിപ്പിക്കുക. നമ്മുടെ മനുഷ്യജീവിതമായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഈ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവും ചുറ്റുപാടൊക്കെ ആയിങ്ങാണ്ട് ഈ തണ്ണീർത്തടത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ തണ്ണീർത്തടങ്ങളെല്ലാം നമ്മൾ സംരക്ഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് തണ്ണീർത്തടങ്ങളെ സംരക്ഷിപ്പിക്കുന്നത് എന്നുള്ളത്. എൻ്റെ വീട്ടിലെ കുളമാണത്. ഞാൻ എൻ്റെ കുളത്തിലും എൻ്റെ പാടവരമ്പത്തൊക്കെ വെള്ളങ്ങൾ കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്.